മുൻപുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും അവരുടെ സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ അവിടെ ആരാണ് പ്രധാനമന്ത്രിയെങ്കിലും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പ്രധാനപ്പെട്ട മന്ത്രിമാരെ പോയി കാണുന്നത് കേർട്ടസി കോളാണ്. ഞാനും അത് ചെയ്തു. 2 പ്രാവശ്യവും മുൻ മുഖ്യമന്ത്രി അത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സമയത്ത്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED കൊണ്ട്. അതെപ്പോ അതൊക്കെ ഉണ്ട് ആണോ? എന്നാ കണ്ടിന്യൂ. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. നമ്മൾ ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ല കരയണോ? ഇത് കേട്ടിട്ട് നിങ്ങളൊന്ന് ആലോചിക്കും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. മോഡി ആദ്യമായിട്ട് കണ്ട് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പോയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പിണറായി വിജയൻ ഇതൊന്നും പറയില്ല കേട്ടോ. ഡയലോഗ് മുഴുവൻ ചൊറിഞ്ഞു കയറണ്ടട്ടാ. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. അദ്ദേഹം ഒന്നും പറയില്ല. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? ഇല്ല. പക്ഷെ നല്ലതാണിത്. എന്താണെന്നറിയാം, ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്, ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ കഴിഞ്ഞ് അവർ തമാശ പറയാൻ തുടങ്ങിയല്ലോ. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. തമാശ പറയാൻ തുടങ്ങിയല്ലോ. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയാണ് റെയ്ഡിന് ആളെ വിട്ടത്. അതേ പ്രധാനമന്ത്രിയെയോ BJP നേതാക്കളെയോ BJP സർക്കാരിനെയോ ആരെയും കുറ്റപ്പെടുത്തിയില്ല, ഒരാളെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം കുറ്റം പറയാനുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയാണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നപ്പോൾ അന്വേഷിക്കാൻ വന്ന ആളുകളുടെ വാഹനം കോൺഗ്രസ്സുകാരെ വിട്ട് തല്ലിപ്പൊളിക്കുകയാണോ ചെയ്ത്? അല്ല. കിട്ടി, പലിശ സഹിതം കിട്ടി. എന്നാ ഞാനങ്ങട്